ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും 6,000 രൂപ വെച്ച് മാസം അടിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു വീട് സ്വന്തമാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതും 8 വർഷം കൊണ്ട് 22 ലക്ഷം രൂപ എന്ന ഹോം ലോണിന്റെ പലിശ ലാഭം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 8 വർഷം കൊണ്ട് എന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ സാധാരണ ഹോം ലോൺ 25 വർഷം, 30 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 വർഷം കൊണ്ട് എങ്ങനെ ഇത് ഒരു പ്രാവർത്തികമാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ചിട്ടി എന്നൊരു അപ്രോച്ച് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ KSFE ചിട്ടി ആവണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ചിട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് സുരക്ഷിതമായിട്ടുള്ളൊരു ചിട്ടിയാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ KSFE സാധാരണ സുരക്ഷിതമായത് കൊണ്ട് മാത്രമാണ് KSFEനെ പറ്റി നമ്മളിൽ പറയുന്നത്. അപ്പോൾ KSFE ചിട്ടീനെ പറ്റിയുള്ള ചിട്ടീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് നമുക്കിത് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപയുടെ ചിട്ടിയാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 25 ലക്ഷം രൂപയുടെ ചിട്ടി എടുത്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഡിവിഡൻഡ് ചിട്ടിയുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചിട്ടിയുടെ ഡിവിഡൻഡിനെ പറ്റിയിട്ടും മാസ അടവുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ചിട്ടി വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. 25,000 രൂപയുള്ളൊരു ചിട്ടി അത് നിങ്ങൾ ചേരുക. ആ ചേരുന്ന സമയത്ത് ഈ ചിട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് എന്നുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ആ ഒരു ഡിവിഡൻഡ് കഴിച്ചിട്ടുള്ള തുക ആദ്യത്തെ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം തൊട്ട് ആ ഡിവിഡൻഡ് കഴിച്ചിട്ടുള്ള തുക നിങ്ങൾ അടച്ചാൽ മതി. അപ്പോൾ 25 ലക്ഷം രൂപയുടെ ചിട്ടി 100 മാസത്തെ ചിട്ടിയാണെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് ശരിക്കും അടയ്ക്കേണ്ടത്. പക്ഷെ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്ന കാലം കിട്ടുന്ന ഡിവിഡൻഡ് ഈ അടയ്ക്കുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് ബാക്കി വരുന്ന തുകയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡിൻ്റെ ഒരു ഐഡിയ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇനി ഇതിൽ ഇപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ ചിട്ടീനായിട്ട് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇതിൽ ബ്ലൂ കളറിൽ നിങ്ങൾ കാണാം 100 മാസം അടച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം കിട്ടും. അപ്പോൾ അതാണ് 8 ഇയർ 4 മന്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 8 ഇയർ കൊണ്ട് എങ്ങനെ തീർക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ചിട്ടി നമ്മൾ ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ അത് ഓപ്ഷൻ ചെയ്തെടുക്കാൻ നോക്കുക. ഓപ്ഷൻ ചെയ്തെടുക്കാൻ ലേലം വിളിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ലേലം വിളിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 30%, ഒരു 32% കുറച്ച് നമുക്ക് ഏകദേശം 17.5 ലക്ഷം രൂപ നമുക്ക് ഓപ്ഷൻ എമൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ 17.5 ലക്ഷം നിങ്ങൾക്ക് ഓപ്ഷൻ എമൗണ്ട് ആയിട്ട് കിട്ടും. ഇനി ചിട്ടി KSFEയിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിട്ടി കിട്ടിയ എമൗണ്ട് പ്രൈസ് മണി നിങ്ങൾക്ക് FD ഇടാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അവിടെ തന്നെ അത് FD ഇടുക. ആ FD ഇടുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് 8.7% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് മന്ത്ലി പേ ഔട്ട് ആയിട്ട് എടുക്കുക. ആ എമൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻട്രസ്റ്റ് മന്ത്ലി പേ ഔട്ട് ആയിട്ട് എടുക്കുമ്പോൾ ഏകദേശം 12,600 രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടും. അതായത് ചിട്ടി ചേർന്ന് ചിട്ടി നിങ്ങൾ വിളിച്ചെടുത്തിട്ട് കിട്ടുന്ന എമൗണ്ട് 17.5 ലക്ഷം രൂപ. ആ 17.5 ലക്ഷം രൂപ അവിടെ തന്നെ നിങ്ങൾ FD ഇടുന്നു. ആ FDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് 8.7 നിങ്ങൾ പറയുകയാണ് എനിക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ട് വേണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് 12,600 രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഡിവിഡൻഡ് കഴിച്ച് നമുക്കറിയാം ഏകദേശം 50-60 മാസം നമുക്ക് ഈ ഒരു ടേബിളിൽ കാണുന്നത് പോലെ അറിയാൻ പറ്റും. ഈ ഡിവിഡൻഡ് കഴിച്ച് ഏകദേശം നമുക്ക് 18,500 രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഈ ചിട്ടി കാലക്രമേണ അങ്ങോട്ട് ചെല്ലും തോറും ഈ ഡിവിഡൻഡ് എമൗണ്ട് കുറഞ്ഞു വരികയും ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം ഡിവിഡൻഡ് ഇവിടെ എത്തുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ 18,500 എന്നുള്ള കണക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ 18,500 അടയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12,500 രൂപ എന്ത് കിട്ടി, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ആ 12,600 ഇതിൽ നിന്ന് കുറച്ച് ഏകദേശം 5,900 രൂപ നിങ്ങൾക്ക് അടച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് ആ 6,000 രൂപ എന്നുള്ളൊരു കണക്ക് നമ്മൾ ഇതിൽ എത്തിച്ചേർന്നത്. അപ്പോൾ FD ഇട്ട് ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങളുടെ മാസം അടയ്ക്കുന്ന ആ ഒരു എമൗണ്ട് EMI അല്ലെങ്കിൽ ഒരു ചിട്ടി എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 18,000 രൂപ അടയ്ക്കേണ്ട അടുത്ത് നിങ്ങൾക്ക് 12,000 രൂപ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ FDയുടെ പലിശ കിട്ടി. ആ പലിശ അതിൽ നിന്ന് കുറച്ച് ബാക്കി എത്രയാണ് അടയ്ക്കേണ്ടത് അത് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഇത് വളരെ വലിയൊരു ലാഭമാണ്. കാരണം നിങ്ങൾക്ക് വെറും 6,000 രൂപ കണ്ടെത്തിയാൽ മതി. കാരണം ബാക്കിയെല്ലാം അപ്പുറത്ത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പൈസയ്ക്ക് അവർ ഇൻട്രസ്റ്റ് പ്രൈസ് മണി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക്
തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 6000 രൂപ നിങ്ങൾ ഏകദേശം അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18,500 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുറച്ച് മാസം, കുറച്ചല്ല, വളരെ ഒരു 50-60 മാസത്തേക്ക് ആയിരിക്കും കിട്ടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവിഡൻഡ് കുറയുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള തുക കൂടുകയും ചെയ്യും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഈ FD ഇട്ട എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്രയാണ് അടയ്ക്കേണ്ടത്? ഇപ്പോൾ ഒരു പോയിന്റിൽ 20,000 എത്തിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ 12,600 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 20,000 ഈ എമൗണ്ട് കുറച്ച് ബാക്കി എത്രയാണ് വരുന്നത് അത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 6,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,900 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് അല്ല. പക്ഷേ അത് ചെറുതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിയുന്നതോറും, ഒരു 100 മാസത്തിലൊക്കെ എത്തുന്ന സമയം കൊണ്ട് അതിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പക്ഷെ ഏകദേശം ഈ ഒരു എമൗണ്ട് ആണ് വരിക കുറേ കാലഘട്ടത്തിലേക്ക്, ഒരു 50-60 മാസത്തേക്ക് ഈ ഒരു എമൗണ്ട് തന്നെയാണ് ഇതിൽ വരിക. ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 6,000 രൂപ പേയ്മെൻറ്റ് മന്ത്ലി കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ 8 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 8 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കണക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ ഹോം ലോണിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോം ലോണിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആണ്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഹോം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം ലോൺ കിട്ടി, നിങ്ങൾ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 8 വർഷം എന്നുള്ളൊരു വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പം നിങ്ങൾ വീട് പണിയാൻ വളരെ തിരക്ക് കൂട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരിക്കലും ചേരുന്ന ഒരു മാർഗ്ഗമല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് 8 വർഷം വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഇപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു വീട് പണിയേണ്ട ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നല്ലൊരു അപ്രോച്ചാണ്. പക്ഷേ നിങ്ങളിപ്പോൾ പെട്ടെന്ന് തന്നെ പണിയണമെന്ന് കൺസെപ്റ്റുള്ള ആളുകൾ ഉറപ്പായിട്ടും ഹോം ലോൺ തന്നെയാണ് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഇതിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇപ്പോൾ ഈ ഞാൻ പറയുന്ന അപ്രോച്ചിൽ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ 3 അപ്രോച്ചാണ് പറയുന്നത്. 1, 8 വർഷം വെയിറ്റ് ചെയ്യുള്ളത്. 2, നോ വെയിറ്റിംഗ് പീരീഡ് പക്ഷേ ഒരു 22 lakhs സേവിങ് ഉള്ള നോ വെയിറ്റിംഗ് പീരീഡ്. സെക്കൻഡ്, നോ വെയിറ്റിംഗ് പീരീഡ്, അതിൽ സേവിങ്സ് ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് പലിശ 22 ലക്ഷം രൂപ നിങ്ങൾക്ക് അടച്ചേ പറ്റൂ. അത് 22 lakh ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് തന്നെ നമുക്ക് നോക്കാം. 22 ലക്ഷം സേവിങ് ആണ്, പക്ഷേ 8 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരു അപ്രോച്ച് നമ്മൾ പറഞ്ഞു. ഒരു അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5,900 രൂപ നിങ്ങൾ മാസം അടയ്ക്കുക, അല്ലെങ്കിൽ 6,000 രൂപ അടയ്ക്കുക. എത്രയാണോ ഡിവിഡൻഡ് വരുന്നത് അതനുസരിച്ചുള്ള എമൗണ്ട് അടയ്ക്കുക. ഇനി ഓപ്ഷൻ എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അവസാനം. അതായത് 100ാമത്തെ മാസം, 8 ഇയർ 4 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? ഈ ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. 17,50,000 കിട്ടും. പക്ഷെ നിങ്ങൾ അടച്ച തുക വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം നിങ്ങൾ ഈ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തു, ബാക്കി ഈ ഒരു തുച്ഛമായ എമൗണ്ട് ആണ് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിൽ അടുത്ത അപ്രോച്ച്, നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാണെങ്കിൽ ഏകദേശം 8 ഇയർ 4 മന്ത് നിങ്ങൾ അടയ്ക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു എമൗണ്ട് FDയിലാണ്. ഓക്കെ, അഗെയിൻ സെയിം അപ്രോച്ച് തന്നെ FD ഇട്ടു. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ മന്ത്ലി പേ ഔട്ട് എടുക്കുന്നില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് മന്ത്ലി പേ ഔട്ട് വേണ്ട, എനിക്ക് ഇതിൻ്റെ ലാസ്റ്റ്, അതായത് 100ാമത്തെ മാസം എമൗണ്ട് മുഴുവനായിട്ട് തന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടും? ഏകദേശം 36 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. കാരണം നേരത്തെ ആൾക്ക് വെറും 17.5 ലക്ഷം രൂപയാണ് കിട്ടുക. പക്ഷേ അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് എമൗണ്ട് 100 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 36 ലക്ഷം രൂപയാണ്. അപ്പോൾ പക്ഷേ അതിൽ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആൾ എത്ര രൂപ അടയ്ക്കുന്നത്? 6,000 മുതലുള്ള എമൗണ്ട് ആയിരിക്കും അടയ്ക്കുന്നത്. രണ്ടാമത്തെ ആൾ ഈ 18,500. അപ്പോൾ ഈ ഒരു ഇതിൽ കാണാം, എമൗണ്ട് ടു പേ എന്ന് പറഞ്ഞ ഇതിൽ കാണുന്നില്ലേ? ആ ഒരു എമൗണ്ട് ആയിരിക്കും അയാൾ അടയ്ക്കുന്നത്. 18,500 അടയ്ക്കുന്നുണ്ടാവും, 20,000 അടയ്ക്കുന്നുണ്ടാവും, അവസാനം 25,000 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്ക് പൈസ അടയ്ക്കുന്ന എമൗണ്ട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ കിട്ടുന്ന എമൗണ്ട് അയാൾക്ക് കൂടുതലാണ്. ഇനി ഇതിൽ മൂന്നാമത്തെ അപ്രോച്ച് ഉണ്ട്. മൂന്നാമത്തെ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശം അപ്രോച്ച് എന്ന് പറയാം. കാരണം ഇയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാൾ ജസ്റ്റ് അവർ ചിട്ടി ചേർന്നു, 100 മാസം വെയിറ്റ് ചെയ്തു, അയാളെ ചിട്ടി വിളിച്ചില്ല, ഒന്നുമില്ല. അപ്പോൾ ചിട്ടി വിളിച്ചില്ല, ഒന്നുമില്ല, അവസാനം വരെ ഈ എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ആ ഡിവിഡൻഡ് ലാഭം മാത്രമേ ഉള്ളൂ. അയാൾക്ക് അവസാനം 23.5 ലക്ഷം കിട്ടും. പക്ഷേ അടയ്ക്കുന്ന എമൗണ്ട്, ഈ 3 ആൾ അടയ്ക്കുന്നത് എമൗണ്ട് ഏകദേശം ഒരേപോലെ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ 3ാമത്തെ ആളും 2ാമത്തെ ആളും അടയ്ക്കുന്നത് ഉറപ്പായിട്ടും ഒരേപോലത്തെ എമൗണ്ട് ആയിരിക്കും. പക്ഷെ ആദ്യത്തെ 2 ആൾ ആ ഒരു എമൗണ്ട് നേരത്തെ എടുത്ത് നല്ല രീതിയിൽ
അയാളത് പ്രോപ്പറായിട്ട് അത് വിനിയോഗിച്ചു. അപ്പോൾ എന്തുണ്ടായി, അയാൾക്ക് നല്ലൊരു ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റി, നല്ലൊരു എമൗണ്ട് കിട്ടി. ഇദ്ദേഹത്തെ സംബന്ധിച്ച്, ആദ്യത്തെ ആളെ സംബന്ധിച്ചിട്ടും അയാൾ അടയ്ക്കുന്ന തുക മാസം വളരെ തുച്ഛമായ എമൗണ്ട് അടച്ച് തന്നെ ഏകദേശം ഒരു 17.5 ലക്ഷം രൂപ അയാൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എഗെയിൻ ചിട്ടി അപ്രോച്ച് തന്നെയാണ്. ഇതിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ല, പക്ഷേ ഇതിൽ എന്തുണ്ട്, ലക്കുന്ന ഫാക്ടർ ഭയങ്കരമാണ്. കാരണം നിങ്ങൾ ചിട്ടി വിളിച്ചെടുത്ത്, കാരണം ചിട്ടി വിളിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, കാരണം എല്ലാവർക്കും പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നിലധികം ആളുകളുള്ള സമയത്ത് അവർ നറുക്കിട്ടെടുക്കും. അപ്പോൾ ആ നറുക്കിട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി നിങ്ങൾ മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന ആൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾ അന്ന് തന്നെ എടുത്ത് നിങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. പക്ഷേ നിങ്ങൾ പൈസ കിട്ടി അപ്പം തന്നെ ആ പൈസ എടുത്ത് പോരാന്ന് വിചാരിക്കരുത്. നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന അതേ ഗ്യാരണ്ടീസ്, ഇപ്പോൾ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, ഗോൾഡ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരമാണോ, ആ എന്തൊക്കെ സെക്യൂരിറ്റീസ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമാണ് ഈ ഒരു എമൗണ്ടിനുള്ള സെക്യൂരിറ്റി കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുകയാണെങ്കിലും ആ ഹോം ലോണിന് ആവശ്യമായ ഒരു സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമാണ് അവർ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ആ ഒരു എമൗണ്ടിന് ചേർന്ന ഒരു സെക്യൂരിറ്റി കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങളുടെ കാര്യം നടത്താൻ പറ്റും. അപ്പോൾ ഇതിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. കാരണം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത്, ആ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇതിലാകെ ഗുണം, നിങ്ങൾ ഹോം ലോൺ എടുക്കുന്നില്ല. ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വലിയൊരു എമൗണ്ട് തന്നെ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ പറയുന്ന 22 ലക്ഷം എന്നുള്ളൊരു എമൗണ്ട് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ കാണിച്ചു തരാം, എത്ര രൂപ ഹോം ലോണിന് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം, നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പൈസ എടുക്കുകയാണ്, നിങ്ങൾ യാതൊരുവിധ സേവിങ്സിനോ ഇൻവെസ്റ്റ്മെന്റിനോ ഒന്നിനും നിൽക്കുന്നില്ല. ചിട്ടി നിങ്ങൾക്ക് കിട്ടി, നെക്സ്റ്റ് ടൈം തന്നെ നിങ്ങൾ സെക്യൂരിറ്റി കൊടുത്ത് ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ കാര്യം നടത്തുന്നു. അപ്പം ഇതിൽ ചിട്ടി എമൗണ്ട് കൊണ്ട് വലിയൊരു മാജിക് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഹോം ലോൺ എടുക്കുന്നില്ല എന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹോം ലോണിൽ വരുന്ന ഇൻട്രസ്റ്റ്, അത് വലിയൊരു ഇൻട്രസ്റ്റ് ആണ്, അത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അത് മാത്രമല്ല, ഹോം ലോൺ സാധാരണ നിങ്ങൾക്കറിയാം 15 വർഷം അല്ലെങ്കിൽ ആ ഒരു വലിയൊരു കാലഘട്ടത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നത്, 25-30. അപ്പോൾ അതെല്ലാം ഒഴിച്ച് നിങ്ങൾക്ക് 8 വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ തലവേദനകളും മാറി അത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ആവാൻ പറ്റും. ഓക്കെ, കാരണം ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധ്യതയാണത്. അപ്പോൾ ആ ഒരു ബാധ്യത എന്നൊക്കെ കുറച്ച് പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഈ 30 വർഷം വരെ ലോൺ അടയ്ക്കുകയോ അല്ലെങ്കിൽ 25 വർഷം ലോൺ അടയ്ക്കുകയോ വളരെ വലിയൊരു കാലഘട്ടമാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 8 വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് അപ്രോച്ച്, അതായത് മന്ത്ലി പേയ്മെൻറ്റ് പേ ഔട്ട് വാങ്ങിച്ചിട്ടുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ അതവിടെ FD ഇട്ടിട്ടുള്ള ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാനുള്ള അപ്രോച്ച്, അത് കഴിഞ്ഞ് പക്ഷെ ആ നേരത്തെ അപ്രോച്ചിനൊക്കെ എന്തുണ്ട്, 8 ഇയർ വെയിറ്റ് ചെയ്യണം. 8 ഇയർ കഴിഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ആ പൈസ കയ്യിൽ കിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ മെയിൻ അപ്രോച്ചിൽ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട, എമൗണ്ട് കിട്ടിയ വഴിക്ക് നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് സെക്യൂരിറ്റി കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്തുക. അപ്പോൾ അതിൽ വെയിറ്റിംഗ് ഇല്ല. പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ക് വേണം. ഒരു മാസം ഒരാൾക്കാണ് അത് കിട്ടുക. അപ്പോൾ 100 മാസത്തിലൊരിക്കൽ ഒരു ലക്കാണ് അതിൽ. ഓക്കെ, അപ്പോൾ ആ ലക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഹോം ലോൺ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ബാധ്യത, അതായത് നിങ്ങളുടെ ആ ഡ്യൂറേഷൻ 8 ഇയർ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു 22 lakhs നിങ്ങൾക്ക് സേവിങ് ചെയ്യാൻ പറ്റുകയാണ്. ഇനി നെക്സ്റ്റ് അപ്രോച്ചാണ് നമ്മൾ ഹോം ലോണിൻ്റെ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഹോം ലോണിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾ ഹോം ലോണിന് എലിജിബിൾ ആണെങ്കിൽ, അപ്പോൾ എലിജിബിലിറ്റിക്ക് ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പോൾ അതായത് നിങ്ങളുടെ ഇൻകം കാര്യങ്ങളൊക്കെ നോക്കും, നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങൾ നോക്കും, നിങ്ങൾ സെൽഫ് ബിസിനസ് ആണ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരും. അതും ഇപ്പോൾ നിങ്ങൾക്കറിയാം സിബിൽ സ്കോർ വെച്ചിട്ടാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്. സിബിൽ സ്കോർ ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ലോണിൻ്റെ എലിജിബിലിറ്റിക്കും അതുപോലെ തന്നെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കാനും സിബിൽ സ്കോർ വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലോൺ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ്, അപ്പോൾ നേരത്തെ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് 8 ഇയറിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള അപ്രോച്ചിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ലോൺ കിട്ടും. ഈ സെക്കൻഡ് പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത അപ്രോച്ചിൽ അവിടെ ലക്ക് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ചിട്ടിയുടെ കേസിൽ. അപ്പോൾ ലക്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട.
പകരം ഇവിടെ നേരിട്ട് വന്നു ലോൺ എടുത്തു, നിങ്ങൾ കാര്യങ്ങൾ നടത്തി. ഇനിയിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു 25 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു, 9.5 എന്നുള്ള സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുന്നതെങ്കിൽ 15 വർഷം കാലാവധിയുള്ള ഒരു ലോൺ ആണെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏകദേശം 26,000 രൂപ നിങ്ങൾ EMI ആയിട്ട് മാസം അടയ്ക്കണം. ഓക്കെ, അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അടയ്ക്കുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് 21 ലക്ഷം രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്, 21,99,000, അതായത് 22 ലക്ഷം രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണ്. അപ്പോൾ ഈ 22 ലക്ഷമാണ് നമ്മൾ നേരത്തെ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ സേവ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്ന എമൗണ്ട്. അത് 15 വർഷത്തെ ലോൺ കേട്ടോ. ഇനി ഈ ലോണിന്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോ, അത് 15 എന്നുള്ളത് 25 ആകുമ്പോൾ അല്ലെങ്കിൽ 30 ആകുമ്പോൾ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് 22 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 40 ലക്ഷം 30 ലക്ഷം ഒക്കെ ആവും, ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പേയ്മെന്റ് നമ്മൾ 25 ലക്ഷത്തിന്റെ ലോണ് ടോട്ടൽ പേയ്മെന്റ് ഏകദേശം 47 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് 22 ലക്ഷത്തിന്റെ ആ ഇൻട്രസ്റ്റ് കോമ്പണന്റ് നിങ്ങൾക്ക് മുഴുവനായിട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റും ഏത് ചിട്ടിയുടെ ആ ഒരു അപ്രോച്ചിൽ. പിന്നെ ഹോം ലോണിനെ സംബന്ധിച്ച് ഹോം ലോണിൽ നിങ്ങൾ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ലോണിന്റെ പലിശയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾ ഹോം ലോണിന്റെ പ്രിൻസിപ്പലിനും തന്നെ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൽ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടുതലാണ്, പക്ഷേ ഹോം ലോൺ കൺവീനിയന്റ് ആണ്. പല കേസിലും നിങ്ങൾക്ക് വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഒരു ഇതിന് പണി നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീട് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റും. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ ബാങ്കുകളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ലോൺ കൊടുക്കുക. പക്ഷെ മറ്റേ കേസിൽ, അതായത് ചിട്ടിയുടെ കേസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 2 കേസിലും എലിജിബിലിറ്റിനെ പറ്റിയിട്ട് വളരെ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 അപ്രോച്ചിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കാരണം ലോൺ ഒരുപാട് പേര് റിജക്ട് ചെയ്യുന്നുണ്ടാവും, കാരണം അവരുടെ ഇൻകം സോഴ്സ് അല്ലെങ്കിൽ അതൊക്കെ ബാങ്കിന് അത്ര കണ്ട് പറ്റുന്നില്ലായിരിക്കും. നമ്മൾ അവർ ബാങ്ക് ലോൺ അനുവദിച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടോയെന്ന് ബാങ്കിന് സംശയമുള്ള ആളുകൾക്കൊന്നും ബാങ്ക് ലോൺ കൊടുക്കില്ല. അപ്പോൾ ആ കേസിലൊക്കെ നിങ്ങൾക്ക് 8 വർഷം വെയിറ്റ് ചെയ്യണം. ചില കേസ് ഈ പറഞ്ഞ ഇതിൽ ഫസ്റ്റത്തെ ഈ സ്ലൈഡിൽ ഇതിൽ കാണില്ല, 8 വർഷത്തെ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 8 വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ എമൗണ്ടിന് പറ്റുന്ന സെക്യൂരിറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ 8 വർഷം വെയിറ്റ് ചെയ്യണതുണ്ട്. 8 വർഷം വെയിറ്റ് ചെയ്താണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, 8 ഇയർ വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ നല്ല ലാഭത്തിലാണ് ഈ പറയുന്ന 22 ലക്ഷം ലാഭത്തിൽ 8 വർഷം കൊണ്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്ത് നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റും. അതും മാസം 6,000 രൂപ അടച്ചിട്ട്. അപ്പോൾ അതിലും അപ്രോച്ചസ് നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ട് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഈ 17.5 ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് 36 ലക്ഷം രൂപ കിട്ടും. ഇനി ഇതിൽ നിങ്ങൾക്ക് ലക്ക് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. നിങ്ങൾ ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് ഡേ ആ കിട്ടുന്ന മന്ത് തന്നെ, ഇപ്പോൾ 100 ആളെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരു 50 ആൾ ചിലപ്പോൾ ലക്കിയായിട്ട് വന്നേക്കാം. ആ ഫസ്റ്റത്തെ 50 മന്തിൽ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രൂഫുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരമോ അല്ലെങ്കിൽ എന്താണോ ഈ 17.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അതിന് വാല്യൂബിൾ ആയിട്ടുള്ള പ്രൂഫ് കൊടുത്ത് നിങ്ങൾക്ക് ഈ എമൗണ്ട് കൊണ്ട് വീട്ടിലേക്ക് വരാം. അപ്പോൾ ഈ 2 കേസിലും നിങ്ങൾക്ക് ബാങ്ക് ലോണിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നില്ല, ഇൻട്രസ്റ്റ് വരുന്നില്ല, 8 വർഷം കൊണ്ട് നിങ്ങളുടെ പരിപാടി തീരുന്നു. പക്ഷേ മറ്റേ കേസിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആണ്, ക്വിക്കാണ്. പക്ഷേ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട്, സിബിൽ സ്കോർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ 22 ലക്ഷം രൂപ എന്നുള്ളൊരു 15 വർഷത്തേക്ക് 22 ലക്ഷം എന്ന് പറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾ അടയ്ക്കണം. നിങ്ങളുടെ ലോണിന്റെ കാലാവധി കൂടുന്തോറും ഈ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും കൂടി വരും. ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒരിക്കലും ചിട്ടീനെ പ്രൊമോട്ട് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു അപ്രോച്ചസ്, അതായത് പലതരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. നിങ്ങൾ വീട് പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ലോൺ റിജക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ പേഴ്സണലി നമുക്ക് ഈ ഒരു അറിയാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനലിലെ വീഡിയോസിൻ്റെ കമൻറ്റിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഹോം ലോൺ റിജക്ട് ചെയ്തു, സിബിൽ സ്കോറിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ സ്ഥലത്തേക്കുള്ള വഴിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഇൻകം സ്റ്റേബിലിറ്റിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഹോം ലോൺ റിജക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് തന്നെ ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇതിനും അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ചിട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ അതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കും, ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ആൾ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച ആളുകളാണ്. അപ്പോൾ അവർക്കാണ് ഇതിൽ ലാഭം. ഒരാൾ ഫസ്റ്റത്തെ ആൾ അയാൾ അടയ്ക്കുന്ന എമൗണ്ട് കുറച്ചു, രണ്ടാമത്തെ ആൾ അയാൾ സെയിം എമൗണ്ട് അടച്ചു, കൂടുതൽ എമൗണ്ട് ജനറേറ്റ് ചെയ്തു ലാസ്റ്റ്. മൂന്നാമത്തെ ആൾ ഒന്നും ചെയ്തില്ല, പക്ഷെ അയാൾക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടിയത്. അപ്പോൾ
പിന്നെ ഇതിൽ ഈ ഒരു കേസിൽ 8 ഇയർ വെയിറ്റിംഗ് പീരീഡ്, ഈ ഒരു കേസിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. നിങ്ങൾ ലക്കി ആണെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത് അന്ന് നിങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, അതായത് ബാങ്ക് ലോൺ ആണ് എപ്പോഴും നമുക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണ്, അങ്ങനെയുള്ള കേസിലൊക്കെ ബാങ്ക് ലോൺ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരിക്കലും അതുപോലെ ഹൈ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഒരു 50 ലക്ഷം, ഒരു 60 ലക്ഷത്തിൻ്റെ ഒക്കെ വീട് പണിയണം, അതിനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഇൻകം വരുന്നുണ്ട്. അപ്പോൾ ആ കേസിലൊക്കെ എനിക്ക് തോന്നുന്നു ബാങ്ക് ലോൺ ഒന്നുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ബാങ്ക് ലോൺ റിജക്ട് ചെയ്യുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഒരു പ്രോപ്പർ ഇൻകം സോഴ്സ്, ബാങ്കിൻ്റെ ആ ഒരു ഒരുപാട് നൂലാമാല കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻസ് ആണ്, രണ്ട് അപ്രോച്ചസ് ആണത്. അതായത് 8 ഇയർ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ ഒന്നും അറിയേണ്ട, അത് ഗ്യാരണ്ടീനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. 8 ഇയർ പക്ഷേ കുറച്ച് മുമ്പേ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാം. പലിശ, ബാങ്കിൻ്റെ പലിശകളില്ല, ബാങ്കിൻ്റെ നൂലാമാലകളില്ല, ഒരു സെക്യൂരിറ്റി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ബാങ്കിൻ്റെ എലിജിബിലിറ്റി ചെക്സ് ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ബാങ്ക് ലോൺ അല്ലേ, ഓഫ് കോഴ്സ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റായിട്ട് നോക്കി ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കണം. പക്ഷെ അത് ടാക്സ് ഒക്കെ വരുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയുടെ ഒരു ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.